ഏഴാമത്തെ സ്കന്ധത്തിൽ ഒരേ ഒരു കഥയാണ് പ്രധാനമായിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് ചോദിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ 15 അധ്യായത്തെ കൊണ്ടാണ് ഈ ഏഴാമത്തെ സ്കന്ധം വർണ്ണിക്കുന്നത്. അതിലെ ആദ്യത്തെ ഒരു 5 അധ്യായങ്ങളിൽ കൂടെ ഹിരണ്യകശിപുവിൻ്റെ വൈരഭക്തി എന്ന് നമുക്ക് പറയാം, വിദ്വേഷഭക്തിയാണ്. പിന്നെയുള്ള ഒരു 5 അധ്യായങ്ങളിൽ കൂടെ പ്രഹ്ലാദൻ്റെ പ്രേമഭക്തിയാണ്. ഇനിയും ഒരു 5 അധ്യായം നമുക്കതുപോലെ പ്രഹ്ലാദനെ പോലെയുള്ള ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് വർണ്ണാശ്രമധർമ്മങ്ങളെ പറ്റിയിട്ട്, സനാതന ധർമ്മങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു തരണം 5 അധ്യായം. ഇങ്ങനെ 15 അധ്യായത്തിൽ കൂടെയാണ് ഊതികൾ എന്നാണ് ഇതിൻ്റെ ലക്ഷണം. കർമ്മവാസനകൾ, നമ്മളെ ഏത് പ്രവൃത്തിക്കും ഫലം തരുന്നത്, ആ കർമ്മത്തിലുള്ള ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് കർമ്മവാസനകളുമുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് പരീക്ഷിത മഹാരാജാവിൻ്റെ ഒരു ചോദ്യത്തിൽ കൂടെയാണ് ഈ അധ്യായം തുടങ്ങുന്നത്. സമപ്രിയ സുഹൃത് ബ്രഹ്മൻ, ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സമനാവണ്ടേ. അവിടെ ദേവന്മാർക്ക് ഒരു ഭഗവാൻ, അല്ലെങ്കിൽ ഒരു രീതിയിൽ, അസുരന്മാരോട് വേറൊരു രീതിയിൽ, ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ പാടുണ്ടോ ഭഗവാൻ? ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സമനാവണം, എല്ലാവർക്കും പ്രിയനാവണം. ആ രീതിയിലാവണ സമയത്ത് ഈ അസുരന്മാരെ ഏതൊക്കെ തരത്തിൽ വ്രതം എടുത്ത് വരം മേടിച്ച് പിന്നെ ഭഗവാനെ സേവിച്ചിട്ട് വരം മേടിച്ചിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ ഇന്ദ്രൻ എന്തൊക്കെ പൊട്ടത്തരം കാണിച്ചിട്ടുണ്ടെങ്കിലും ഇന്ദ്രൻ്റെ ഭാഗം ചേർന്ന് നിന്നിട്ട് അസുരന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൂട്ടു നിൽക്കണം. അത് പക്ഷപാതമല്ലേ എന്നുള്ളതാണ് അവിടെ പരീക്ഷിത മഹാരാജാവിന് ചോദ്യം. അതായത് ഭഗവാന്റെ ഗുണത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള ചോദ്യം. ഇത് കേട്ട് കഴിഞ്ഞ സമയത്ത് ശിശുക ബ്രഹ്മർഷി പറഞ്ഞു, പരീക്ഷിത രാജാവേ, അങ്ങിപ്പോൾ ഈ ചോദിച്ചത് വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇതെന്താ ഈ ചോദിച്ചതെന്ന്. നമ്മൾ പറയാറില്ലേ, എന്തോ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങ് ചോദിച്ചിട്ടുള്ളത് അങ്ങയുടെ മാത്രം അല്ല, അത് പാരമ്പര്യമായിട്ട് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നതാണ്. എന്താ കാരണം വെച്ചാൽ അങ്ങയുടെ മുത്തശ്ശനായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹം ഗംഭീരമായിട്ടുള്ള രാജസൂയം നടത്തി. ആ രാജസൂയത്തിൻ്റെ സമയത്ത് അവിടെ വെച്ച് ആരഭ്യകളഭാഷണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനിച്ച കാലം മുതൽക്ക്, അല്ലെങ്കിൽ വർത്തമാനം പറയാൻ തുടങ്ങിയ കാലം മുതൽക്ക് കൃഷ്ണൻ കള്ളൻ എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, ശിശുപാലൻ, ദേവകിയുടെ അനിയത്തിയുടെ മകനാണ്. അപ്പോൾ ഇവൻ ജനിച്ചു കഴിഞ്ഞ സമയത്ത് ഏതൊക്കെയോ ഒരു വികൃത സ്വരൂപമായിരുന്നു അത്രേ. അപ്പോൾ രാശരീരി വന്നു. ഇവൻ സാധാരണ ഒരു കുട്ടിയാവുന്നത് ആരുടെയെങ്കിലും മടിയിൽ കിടക്കുന്ന സമയത്താവും. ആ ആൾ തന്നെ ആയിരിക്കും ഇവനെ കൊല്ലണത്. ഈ അശരീരി കേട്ട് കഴിഞ്ഞതിന് ശേഷം ഈ അമ്മ വരണവരുടെയൊക്കെ മടിയിൽ ഈ കുട്ടിയെ വെച്ചു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം കൃഷ്ണൻ വന്നപ്പോൾ കൃഷ്ണൻ്റെ മടിയിൽ വെച്ചപ്പോഴാണ് മിടുക്കനായിട്ടുള്ളൊരു ഉണ്ണിയായി. മറ്റത് 4 കയ്യോ ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ളൊരു കുട്ടിയായിരുന്നു അത്രേ. വേഗം ഈ അമ്മ കൃഷ്ണൻ്റെ കാലിൽ വീണ് പറഞ്ഞു, എൻ്റെ ഉണ്ണിയെ കൊല്ലരുതേ കൃഷ്ണ. എന്താ അമ്മ ഇങ്ങനെ പറയണത്? അല്ല, ഈ ഉണ്ണി നന്നായി എൻ്റെ കയ്യിൽ കിട്ടി എനിക്ക് തരാൻ നിനക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ നിനക്ക് കൊല്ലാതിരുന്നൂടെ അവനെയെന്ന് ചോദിച്ചു. അപ്പോൾ കുരുത്തക്കട് കാണിച്ചു കഴിഞ്ഞാൽ കൊല്ലാതിരിക്കാൻ പറ്റുമോ അമ്മയെന്ന് ചോദിച്ചു. എന്നാൽ നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. എത്ര പ്രാവശ്യം എന്ന് ചോദിച്ചു. 100 പ്രാവശ്യം. അങ്ങനെയാണത്രേ. അന്ന് മുതൽക്ക് ശിശുപാലൻ എവിടേക്കെങ്കിലും പോണ സമയത്ത് അമ്മ പ്രത്യേകം പറയും, ഉണ്ണി കൃഷ്ണനെ കണ്ടാൽ ചീത്ത പറയണ സമയത്ത് വിരലിൽ എണ്ണം പിടിച്ചോളൂ. 99 എണ്ണേ പറയാൻ പാടുള്ളൂ, 100ാമത്തെ പറയാൻ പാടില്ല. അന്ന് മുതൽക്ക് ഇയാളും ശ്രദ്ധിച്ചിട്ടാണ് പോണത്. രാജസൂയത്തിൻ്റെ സദസ്സിൽ വെച്ചിട്ടേ അവിടെ ഗംഭീരമായിട്ടുള്ള ഭഗവാനെ ഇരുത്തി കാല് കഴിക്കുന്നതും പൂജിക്കുന്നതും ഒക്കെ പോടെ കൂടി കണ്ടു കഴിയുന്ന സമയത്ത് അപ്പം തന്നെ തിളച്ച് വന്നിരിക്കണു. ഇറങ്ങാൻ ഈ ഇരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചും കൊണ്ട് അവിടെ ശിശുപാലന് ദേഷ്യം വന്നു. അത് മാത്രമല്ല, ഭഗവാനെ കാല് കഴിച്ചിട്ടുള്ള തീർത്ഥം കൊണ്ടുപോയിട്ട് എല്ലാവർക്കും തളിച്ചതിൻ്റെ ദോഷത്തിൽ ഈ ശിശുപാലൻ്റെ ശിരസ്സിൽ കൊണ്ടുപോയിട്ട് ഒഴിച്ചു. അതോടുകൂടിയിട്ട് അവിടുന്ന് ചാടി എഴുന്നേറ്റ് ഭഗവാനെ ഇങ്ങോട്ട് ചീത്ത പറയാൻ തുടങ്ങി. ഇപ്പോൾ ഭഗവാൻ ഉച്ചയ്ക്ക് ഇവൻ്റെ ഒരു കൈ പിടിച്ചിട്ട് കർണം പിടിച്ച് താത്തനുണ്ട്, മറ്റേ കൈ പിടിച്ചിട്ട് വികർണൻ പിടിച്ച് താത്തനുണ്ട്. ഇരിക്കണ അവിടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് താത്തുന്നത്. അപ്പോൾ ഇവൻ്റെ 2 കൈയും എൻഗേജായി കൊണ്ട് വിരലിൽ എണ്ണം പിടിക്കാൻ പറ്റില്ല. അവൻ നിന്ന് ഭഗവാനെ ചീത്ത പറയാനും തുടങ്ങി. ഭഗവാൻ ഉച്ചയ്ക്ക് താനൊന്ന് വിരലെണ്ണം പിടിച്ചളയാണ്. അങ്ങനെ ഭഗവാന്റെ വിരലിൽ എണ്ണം പിടിച്ചിട്ടാണത്രേ
100 എന്ന് പറഞ്ഞു കഴിയുന്ന സമയത്ത് ഭഗവാന്റെ ചൂണ്ടുവിരൽ അങ്ങോട്ട് പൊങ്ങിയത്. അതോടുകൂടിയിട്ട് ആ ചൂണ്ടുവിരലുണ്ടായിരുന്നതായിട്ടുള്ള ആ ചക്രം, സുദർശന ചക്രം, ശിശുപാല ശിരശ്ചേത്ത, ഭഗവാന് അങ്ങനെ ഒരു നാമം കിട്ടി അഷ്ടോത്തരസത്തിൽ. ശിശുപാലനെ കൊന്നവനെ, സമന്തകം കട്ടവനെ, വിതുരന് പിന്നെ ഭീഷ്മർക്ക് മോക്ഷം കൊടുത്തവന്, ഇങ്ങനെ ഭഗവാന്റെ പേരുകളൊക്കെ പ്രത്യേകം പ്രത്യേകം നല്ല രസമായിട്ടാണ്, കർമ്മങ്ങൾക്കനുസരിച്ചുള്ള പേരുകളാണ്. എന്തായാലും ഇവിടെ ശിശുപാലനെ വധിച്ചു കഴിഞ്ഞ സമയത്ത് ആ ശിശുപാലൻ്റെ ആത്മാവിൽ നിന്നും ഒരു ജ്യോതിസ് ഭഗവാന്റെ പാദത്തിൽ ലയിക്കണത് എല്ലാവരും കാണിച്ചിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞ സമയത്താണ് യുധിഷ്ഠിര മഹാരാജാവിന് സംശയം ഉണ്ടായത്. ഇവൻ കണ്ണുപൊട്ട ചീത്ത പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഭഗവാൻ ഇത് അവൻ ഭഗവാന്റെ പാദത്തിൽ അഭയം കൊടുത്തിരിക്കുന്നു. നമ്മളാണ് ഇവിടെ 18 മാസം കഷ്ടപ്പെട്ട് എന്തൊക്കെ ചെയ്തിട്ടാണ് ഭഗവാന് ഈ രാജസൂയം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് അറിയില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള നമ്മളൊക്കെ അവിടെ വീണ്ടും ഭഗവാനെ കാത്തിരിക്കുക. എങ്ങനെയെങ്കിലും ഈ ആത്മാവ് ഭഗവാനിലൊന്ന് ലയിപ്പിക്കണം എന്ന് വിചാരിച്ചിരിക്കണം നമുക്ക്. ഇങ്ങനെയാണോ ഭഗവാനെ ഇത് ചെയ്യണത് ശരിയാണോ എന്നുള്ളത്, അവിടെ ചീത്ത പറഞ്ഞവന് കൊടുക്കുന്നത് ശരിയാണോ എന്നുള്ളത് ഒരു സംശയം അന്ന് യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് ഭഗവാൻ അതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ കാര്യത്തെ പറ്റിയിട്ട് താൻ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് ഭഗവാൻ അങ്ങനെ സദസ്സിലേക്ക് അങ്ങനെ നോക്കി. അല്ല, ഈ യുധിഷ്ഠിരൻ്റെ സംശയം തീർത്തു കൊടുക്കാൻ, കാരണം ധാരാളം മഹർഷിമാരെ എല്ലാവരും കൂടി ഇരിക്കുന്നതായിട്ടുള്ള വലിയ ആ രാജസൂയ സഭയിൽ വെച്ചിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഒരിക്കലും യുധിഷ്ഠിര, നമ്മൾ ആ രംഗമൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ കാണണം. യുധിഷ്ഠിര മഹാരാജാവ് ഗംഭീരമായിട്ടുള്ളൊരു സിംഹാസനത്തിൻ്റെ മുകളിലിരിക്കുന്നു. ഭഗവാനെ വേറൊരു സിംഹാസനത്തിൻ്റെ മുകളിൽ അഗ്രപൂജയ്ക്ക് വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുള്ളതായിട്ടുള്ള രംഗം. യുധിഷ്ഠിരൻ്റെ അനുജന്മാർ വാചാലി തുടങ്ങിയിട്ടുള്ളവരൊക്കെ ആ കാല് കഴിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് ഭവ്യമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള രംഗം. ഇങ്ങനെയുള്ള ആ സദസ്സിൽ വെച്ചിട്ടാണ് ഈ യുധിഷ്ഠിര മഹാരാജാവ് ഈ ചോദ്യം ചോദിച്ചത്. ആ സമയത്ത് ഭഗവാൻ അവിടുന്ന് എന്താ പറയേണ്ടതെന്നുള്ളത് സദസ്സിലേക്ക് നോക്കിയപ്പോഴാണ് നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് വരേണ്ട ഒരാൾ. ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞാൽ ശരിയാവുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, വരൂ നാരദരെ, അങ്ങക്കേ ഇതിൻ്റെ ഉത്തരം പറയാൻ പറ്റുള്ളൂ എന്നുള്ള ഭാവത്തോടുകൂടി നാരദ മഹർഷിയെ വിളിച്ചുകൊണ്ടുവന്ന് ഭഗവാൻ അവിടുന്ന് എഴുന്നേറ്റ് താനിരുന്നിട്ടുള്ളതായിട്ടുള്ള ആ സിംഹാസനത്തിൽ നാരദ മഹർഷിയെ പിടിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, സംശയം തീരുന്നതിനനുസരിച്ചിട്ട് പറഞ്ഞോളൂ എന്നങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ വെച്ച് നാരദ മഹർഷി ഇതാ പറഞ്ഞിട്ടുള്ള കഥയാണ് ഈ നരസിംഹാവതാരം. എങ്ങനെ നരസിംഹാവതാരം പറഞ്ഞത്? നരസിംഹാവതാരം പറഞ്ഞത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം എന്താ? ഭഗവാന് പക്ഷഭേദമുണ്ടോ? അല്ലെങ്കിൽ ചീത്ത പറഞ്ഞിട്ടുള്ള ആൾക്കും മോക്ഷം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ? ഇതൊക്കെയല്ലേ അവിടെ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കണു. നിന്ദന സ്തവനക്കാര്യം ഞക്കാരാർത്ഥം കളയബലം. ശരീരം എടുത്തിട്ടുള്ളവർക്കല്ലേ ഈ ഒരു പക്ഷേ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഗുണവും, അല്ലെങ്കിൽ എകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള മോശത്തരവും ഇതൊക്കെ പറയാൻ സാധിക്കുള്ളൂ. ഇതിപ്പോൾ നിന്ദിച്ചാലും സ്തുതിച്ചാലും ഒരു വ്യത്യാസവും ഇല്ലാത്ത ആളാണ്. ശിശുപാലൻ നിന്ദിച്ചതാണോ സ്തുതിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിശുപാലന് ലൈസൻസ് കൊടുത്തിട്ടുള്ളതാണ് ഭഗവാനെ. വിദ്വേഷഭക്തിയായിട്ടാണ്. ഒരിക്കലും ഭഗവത് സ്മൃതി ഇല്ലാതിരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് അവിടെ വെച്ചിട്ട് ഭഗവാൻ കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ നിങ്ങൾ വിദ്വേഷഭക്തിയോടുകൂടി എന്നെ ഭജിച്ചോളൂ എന്ന്. എന്തേ പ്രേമഭക്തിയോടുകൂടി ഭജിച്ചാൽ ഭജിക്കാം, പക്ഷേ പ്രേമഭക്തിയിൽ എപ്പോഴെങ്കിലുമൊക്കെ സ്മൃതി വിട്ടുപോകും. നമുക്ക് സ്നേഹമുള്ള ആൾക്കാരെ ഒരു 4 ദിവസം കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പം മറന്നുപോകും. നേരെ മറിച്ച് വിദ്വേഷമുള്ള ആൾക്കാരെയോ 6 മാസം കഴിഞ്ഞാലല്ല 6 കൊല്ലം കഴിഞ്ഞാലല്ല ജീവിതകാലം മുഴുവൻ മറക്കില്ല അവരെ, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ ആ വിദ്വേഷമായിട്ടുള്ള ഭക്തി കൊടുത്തത്. ഇവിടെ വേറൊന്നും ആവശ്യമില്ല. ഭഗവാനിലേക്ക് എത്തുക എന്നുള്ള മോഹം നമുക്കുണ്ടെങ്കിൽ ഏനകേനാ പിവായേന മനകൃഷ്ണയെ നിവേശിയൻ, മനസ്സ് ഭഗവാനിൽ വയ്ക്കാൻ സാധിക്കുമോ? എന്നാൽ എല്ലാ കാര്യങ്ങളും ഗോപ്യക്കാമാൽ ഭയാൽ കംസോ, ഗോപികൾ കാമം കൊണ്ടാണ് ഭഗവാനിലെത്തിയത്. ഭയാൽ കംസോ, കംസൻ ഭയം കൊണ്ടാണ് ഭഗവാനിലെത്തിയത്. അതുപോലെ ഇവർ ചൈത്യന്മാർ, അവർ വിദ്വേഷം കൊണ്ടാണ് ഭഗവാനിലെത്തിയത്. നിങ്ങളൊക്കെ പാണ്ഡവന്മാരെ, നിങ്ങളൊക്കെ ഭഗവാനെ സ്നേഹം കൊണ്ടാണ് കീഴ്പ്പെടുത്തിയിരിക്കുന്നത്, ഞങ്ങളൊക്കെ ഭക്തി കൊണ്ടാണ് കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. നാരദ മഹർഷി പറയുകയാണ്, ഏത് തരത്തിലെങ്കിലും ഭഗവാനിൽ മനസ്സ് കൊണ്ടുപോയി വയ്ക്കുക, ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കുക.
അങ്ങനെ ചെയ്യുന്നവർക്കാണ് ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവുക. ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുമൊക്കെ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പണ്ട് ഭഗവാന്റെ വാസതന്മാരായിരുന്നു, ജയവിജയന്മാരായിരുന്നു. ഒരിക്കൽ സനകാദി മഹർഷിമാർ ഭഗവാനെ കാണാൻ വന്നു കഴിഞ്ഞ സമയത്ത് അവിടെ വെച്ച് ഭഗവാനെ തടയേണ്ടി വന്നു, സനകാദികളെ തടയേണ്ടി വന്നു ഇവർക്ക്. ആ സമയത്ത് സനകാദി മഹർഷിമാർ ശപിച്ചത് കാരണമാണ്. അത് 3 ജന്മത്തിൽ നിങ്ങൾ അസുരന്മാരായി പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ജന്മമായിട്ട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുമായിട്ട് ജനിച്ചു. പിന്നീട് അവർ രാവണ കുംഭകർണന്മാരായി, പിന്നീട് ശിശുപാലനും ദന്തവക്രനായി. അതിൽ ഹിരണ്യാക്ഷനെ ധരോദ്ധാരെ വരാഹരൂപിയായിട്ട് ഭഗവാൻ വധിച്ചു. ഹിരണ്യകശിപുവിനെ നരസിംഹരൂപിയായിട്ട് ഭഗവാൻ വധിച്ചു. രാവണ കുംഭകർണന്മാരെ രാമനായിട്ട് ഭഗവാൻ വധിച്ചു. ഇപ്പോൾ കൃഷ്ണനായിട്ട് ശിശുപാലനെയും വധിച്ചു, ഇനി ദന്തവക്രനെയും വധിക്കും എന്നുള്ള രീതിയിൽ അവിടെ നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത സമയത്ത് എങ്കിൽ ഒരു കാര്യം പറയാണ്ട വയ്യ എന്നാണ് അവിടെ നാരദ മഹർഷി കൂട്ടിച്ചേർത്തത്. എന്താ അത്? ഈ ഹിരണ്യകശിപു മരിച്ചത് അതിന് കാരണമായിട്ടുള്ളത് തൻ്റെ പുത്രൻ തന്നെയാണ്. അതാണ് ഏറ്റവും രസമായിട്ടുള്ളത് എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഈ രസമായിട്ടുള്ളത് പറയുക എന്നുള്ളതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അവിടെ ഈ രസം എന്നുള്ള വാക്ക് കേട്ടതോട് കൂടിയിട്ട് ഭാഗവതം തന്നെ രസമാണ് അല്ലേ? എന്താ ഭാഗവതത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്? രസികാഹ ഭുവി ഭാവുകാഹ. ഭാഗവതം കേട്ട് രസിക്കുന്നവരാണ് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ഭാഗ്യശാലികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗ്യം ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിന് വീണ്ടും വേണമെന്ന് തോന്നി. ഏതായാലും നാരദ മഹർഷിയെ കിട്ടിയിട്ടുണ്ട്, അവിടെ സ്റ്റേജിൻ്റെ മുകളിൽ കയറി മൈക്കൊക്കെ കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. ഈ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതും കൂടിയിട്ട് കേൾക്കണം എന്ന് പറഞ്ഞ സമയത്താണ് ഈ എങ്ങനെയാണ് മകൻ കാരണം അച്ഛൻ മരിക്കാൻ കാരണമായത് എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ ആ കഥ വളരെ വിസ്തരിച്ച് തന്നെ പറയുന്നുണ്ട്. ഹിരണ്യാക്ഷനെ വധിച്ചിട്ടുള്ളതായിട്ടുള്ള ആ വിഷ്ണുവിനെ വധിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അവിടെ ഗംഭീരമായിട്ട് സദസ്സ് കൂടി. അതിൽ വെച്ചിട്ട് വിഷ്ണു സംബന്ധമായിട്ടുള്ളതിനെയെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തു. അയാളുടെ കുടൽ കുത്തിയെടുത്ത് ആ ചോര കൊണ്ട് വേണം എൻ്റെ അനുജന് തർപ്പണം ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് പ്രതിജ്ഞ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴും ഹിരണ്യകശിപുവിനൊരു ലേശം പേടി. കാരണം എന്താ വെച്ചാൽ തൻ്റെ അനുജൻ നിസ്സാരനൊന്നുമല്ല, അവനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അത്ര എളുപ്പത്തിലൊന്നും പറ്റില്ല. ഈ വിഷ്ണുവിൻ്റെ ശക്തി എത്രയാണെന്നുള്ളത് അറിയില്ലല്ലോ. തനിക്കും നല്ല ബലമൊക്കെ ഉണ്ട്, ശരീരബലമൊക്കെ ഉണ്ട്, എങ്കിലും കുറച്ച് തപോബലവും കൂടി ഇരുന്നോട്ടെ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. അപ്പോഴാണ് അമ്മയും ഹിരണ്യാക്ഷൻ്റെ ഭാര്യയായിട്ടുള്ള രുഷാഭാനും കൂടിയിട്ട് അവിടെ ഇരുന്ന് കരയണത് കണ്ടത്. ഈ കരയണ മുഖം കൊണ്ടിട്ട് എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവുമോ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ടതാ അവരെ സമാധാനിപ്പിച്ചു. എന്തെല്ലാം തരത്തിൽ വേദവും വേദാന്തമൊക്കെ പറഞ്ഞിട്ടാണ് ഹിരണ്യകശിപു അവരെ സമാധാനിപ്പിച്ചത്. അല്ലാണ്ട് ഇപ്പോൾ ഈ അമ്മ ഭർത്താവ് മരിച്ചിട്ടുള്ളതായിട്ടുള്ള ഭാര്യയെയും അതുപോലെ മകൻ മരിച്ചിട്ടുള്ള അമ്മയെയും എന്ത് പറഞ്ഞിട്ടാണ് സമാധാനിപ്പിക്കുക? അവർക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തത്വേ ചിത്തമധാരയൽ, ഈ തത്വങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. നാരദ മഹർഷി പറയുകയാണ്, തത്വം കൊണ്ടൊക്കെ എല്ലാവരുടെയും ദുഃഖമൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സമാധാനിച്ചുകൊണ്ട് ഹിരണ്യകശിപു തപസ് ചെയ്യാൻ പോയി എന്നാണ്. തപസ് ചെയ്യാൻ പോയപ്പോൾ ഹിരണ്യകശിപുവിന് ആദ്യം ഒരു സംശയം, അതിപ്പോൾ വിഷ്ണുവിനെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഷ്ണുവിനെ കീഴടക്കണമെന്നുണ്ടെങ്കിൽ ആരെ തപസ് ചെയ്താലാ നല്ലത് എന്നുള്ളത് ആലോചിച്ചു. അങ്ങനെയാണത്രേ എല്ലാവരിൽ നിന്നും കൂടുതൽ ബുദ്ധിയുള്ള ഒരാൾ ആയിട്ട് തിരഞ്ഞെടുത്തതാണത്രേ ബ്രഹ്മാവിനെ. എന്താ ബ്രഹ്മാവിൻ്റെ പ്രത്യേകത? നമുക്കൊക്കെ ഓരോ തലയേ ഉള്ളൂ അല്ലേ? അപ്പോൾ അത്ര ബുദ്ധിയല്ലേ ഉള്ളൂ. ബ്രഹ്മാവിനാണെന്ന് വെച്ചാൽ 4 തലയുണ്ട്. അപ്പോൾ 4 ഇരട്ടി ബുദ്ധി ഉണ്ടാവുമെന്നല്ലേ വിചാരിക്കേണ്ടത്. അങ്ങനെയാണത്രേ ഹിരണ്യകശിപു ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ തീർച്ചയാക്കിയത്. ഗംഭീരമായിട്ടുള്ള തപസ് ചെയ്തു. ഊർധ്വബാഹു നഭോദൃഷ്ടി എന്നൊക്കെ പറഞ്ഞാൽ കാലൊക്കെ വിരലൊക്കെ ഊന്നി വെച്ച് കാലൊക്കെ വലത്ത് കാലം ഇടത്ത് കാലത്ത് മുകളിൽ കയറ്റി വെച്ച് മുകളിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ഗംഭീരമായിട്ടുള്ള ആ തപസ് ലോകം മുഴുവനും വിറയ്ക്കാൻ തുടങ്ങി. ശരീരത്തിൽ നിന്നും മാംസം മുഴുവനും ഇറുമ്പൊക്കെ തിന്നുപോയി, ശരീരത്തിൽ എല്ല് മാത്രം ബാക്കിയായി. പക്ഷേ എന്നിട്ടും ഇതിൽ നിന്നുള്ള ആ ഒരു തേജസ് ദേവലോകത്ത് പോയിട്ട് നിറഞ്ഞു കഴിഞ്ഞ സമയത്ത് അവരെല്ലാവരും കൂടിയിട്ട്
ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ബ്രഹ്മാവെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം, അങ്ങേ അവിടെ ഒരാൾ തപസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിയുന്ന സമയത്ത് ബ്രഹ്മാവ് പറഞ്ഞത് എൻ്റെ ഒന്നും അല്ല തപസ് ചെയ്യണത്, ബ്രഹ്മത്തിനെയാണ് തപസ് ചെയ്യുന്നത്. ഭഗവാന്റെ അടുത്ത് പോയി പറയാൻ പറഞ്ഞു. ഭഗവാന്റെ അടുത്ത് പോയി പറഞ്ഞ സമയത്ത് ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മാവിനെ തന്നെയാണ് തപസ് ചെയ്യണത്, പോയി ബ്രഹ്മാവിൻ്റെ അടുത്ത് വരം കൊടുക്കാൻ പറയുമോ. ഇതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മാവ്. താൻ ഒറ്റയ്ക്ക് ചുറ്റുള്ള തീരുമാനമല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെയും കൂടി കൂട്ടുപിടിക്കണ്ടേ, അതിനു വേണ്ടി പറഞ്ഞതാണ് ബ്രഹ്മാവ്, അല്ലാണ്ട് അറിയാഞ്ഞിട്ടൊന്നുമില്ല. ബ്രഹ്മാവ് പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്, ഇപ്പോൾ 4 ആൾ അറിഞ്ഞോട്ടെ, സാക്ഷികൾ വേണ്ടേ വരം കൊടുത്തിട്ടുള്ളതിന്. അതിന് വേണ്ടിയിട്ടാണത്രേ മരീചി തുടങ്ങിയിട്ടുള്ളവരെയൊക്കെ കൂട്ടിക്കൊണ്ടാണത്രേ പോയത്. പേടി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് അവർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്തോളൂ, വണ്ടിയുടെ മുകളിൽ നിന്ന് ഇറങ്ങണ്ട, മാല പൊട്ടിക്കാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടല്ലേ ചെയ്യണത്, അതുപോലെ വരം കൊടുക്കണ സമയത്ത് ഹംസവാഹനനായിട്ട് കൊടുത്താൽ മതി. എന്തെങ്കിലും പറഞ്ഞ് പിന്നാലെ ഓടാൻ വരികയാണെന്ന് വെച്ചാൽ, പണ്ട് മഹാദേവനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരാൾ പറഞ്ഞു തലയെ കൈ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കണം എന്ന് പറഞ്ഞിട്ട് വരം മേടിച്ചു. മേടിച്ച ഉടനെ ചോദിച്ചു, മഹാദേവൻ ഒന്നും ഇങ്ങോട്ട് വരൂ, തൻ്റെ കലയിലൊന്ന് കൈ വെച്ച് നോക്കട്ടെ. മഹാദേവൻ അവിടുന്ന് ഒരു ഓട്ടം ഓടിയിട്ടുണ്ട്. അതുപോലെ ഓടാൻ ബ്രഹ്മാവിന് പറ്റുമോ? 4 തലയും വെച്ചിട്ട് വേണ്ടേ ഓടാൻ. അതുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ അരയന്നത്തിന് മുകളിൽ നിന്ന് ഇറങ്ങണില്ല. അവിടെ ചെന്ന് ഹിരണ്യകശിപു തപസ് ചെയ്യുന്നിടത്ത് മന്ദരഗിരിയിൽ പോയി നോക്കണ സമയത്ത് ഹിരണ്യകശിപുവിനെയും കാണാനില്ല, ഒന്നുമില്ല. അവിടെ നിന്ന് ഇങ്ങനെ ബ്രഹ്മണേന്നും ആ ബ്രഹ്മണേന്നും ഒരു കാറ്റ് മാത്രം, എന്തോ ഒരു ചൂടോ കാറ്റോ തേജസ്സോ എന്തോ ഒന്ന് വരുന്നുണ്ടെന്ന് മാത്രം മനസ്സിലായി. അവസാനം തൻ്റെ കമണ്ടലിൽ നിന്ന് ആ ജീവജലം എടുത്ത് അങ്ങോട്ട് പ്രോക്ഷിച്ച് കഴിയുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വജ്രസംഹനനോ യുവ, ഒരു ഗംഭീരനായിട്ടുള്ള ഒരു വേഷത്തിൽ ഹിരണ്യകശിപു കൊണ്ട് പൊങ്ങി വന്നു. നിരീക്ഷ ധൂമ്രമമ്പരം മുകളിലേക്ക് അങ്ങനെ നോക്കി, ബ്രഹ്മാവ് വന്നിട്ടുണ്ടെന്ന് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ സമയത്ത് വീണങ്ങനെ നമസ്കരിച്ചു, ഗംഭീരമായിട്ട് അങ്ങനെ സ്തുതിച്ചു. ആ സ്തുതിയൊക്കെ കേട്ടപ്പോൾ ബ്രഹ്മാവിന് തോന്നി തന്നെ തന്നെയാണോ സ്തുതിക്കണത് എന്നൊക്കെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ആലോചിച്ചു. പിന്നീട് എന്തായാലും സ്തുതിക്കല്ലേ, കേട്ടളയാം എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ സുഖമായിട്ടിരുന്ന് കേട്ട് കഴിഞ്ഞാൽ അവസാനം ഹിരണ്യകശിപു പറയാണ്, യതിദാസ്യത്യഭിമതാൻ വരാൻമേ വരദോത്തമ, ഹേ ബ്രഹ്മാവേ, അങ്ങ് എനിക്ക് വരം തരാൻ തന്നെയല്ലേ വന്നിരിക്കുന്നത് എന്ന് വെച്ചു. അപ്പോഴേക്ക് ആ സ്തുതിയുടെ മട്ടൊക്കെ ഒന്ന് മാറി, ഒരു ലേശം പരുഷമായുള്ള രീതിയിലാവണുണ്ടോ എന്നൊരു സംശയം. എന്താ ഹിരണ്യകശിപു സംശയം? നീ ചോദിക്കുന്ന വരങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടല്ലേ നിൻ്റെ തപസ്സിൽ സന്തോഷിച്ചിട്ട് ഞാൻ വന്നിട്ടുള്ളത് എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എങ്കിൽ അപ്പോഴേക്കും അത് കുറച്ചും കൂടി കനത്തലുള്ള ശബ്ദം, എങ്കിൽ എന്താ, എനിക്ക് മരണം ഉണ്ടാവാൻ പാടില്ല. കേമായില്ലേ, മരണം ഉണ്ടാവാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പോർട്ട്ഫോളിയോ മഹാദേവനാണ്, എനിക്കത് കൊടുക്കാനുള്ള അധികാരമില്ല. അതുകൊണ്ട് ഹിരണ്യകശിപു ഒരു കാര്യം ചെയ്തോളൂ, എന്തായാലും എന്നെ തപസ് ചെയ്തിട്ട് ഇത്ര കാലം പോയി സാരില്ല, വേഗം തപസ്, ക്ഷിപ്രപ്രസാദിയാണ് മഹാദേവൻ, അതുകൊണ്ട് വേഗം മഹാദേവനെ തപസ് ചെയ്തോളൂ. ഹിരണ്യകശിപുവും പൊട്ടണമെന്നല്ലേ, നല്ലോണം പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കയ്യിൽ കിട്ടിയിട്ടുള്ള ആളെ വിട്ട് കഴിഞ്ഞിട്ട് ഇനി വേറെ ആളെ പിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എത്ര കാലം ചെയ്യേണ്ടിയിരുന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് കിട്ടിയിട്ടുള്ള ആളെ കൊണ്ട് എന്തെങ്കിലും പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്താൽ മതി, അങ്ങയുടെ സൃഷ്ടിയിൽ നിന്ന് എനിക്ക് മരണമുണ്ടാവാൻ പാടില്ല. പിന്നെ അല്ല, അങ്ങയുടെ സൃഷ്ടി അല്ലാണ്ട് ഇവിടെ ഈ ലോകത്തിൽ സൃഷ്ടി ഉണ്ടെന്നുള്ളതും ഹിരണ്യകശിപുവിന് അറിയാലോ. പിന്നെ അവിടെ നിന്ന് വരം ചോദിക്കാൻ വേണ്ടിയിട്ട് ഹിരണ്യകശിപു അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞ സമയത്ത് അകത്ത് വെച്ച് പാടില്ല, പുറത്ത് വെച്ച് പാടില്ല, ആകാശത്ത് പാടില്ല, ഭൂമിയിൽ പാടില്ല, പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടി ശക്തി എനിക്ക് കിട്ടണം. ഇങ്ങനെ അനവധി വരങ്ങൾ ഒന്നിച്ചിങ്ങോട്ട് മേടിച്ചു. ആയുധം കൊണ്ട് പാടില്ല, ആയുധം അല്ലാത്തത് കൊണ്ട് പാടില്ല. ഇങ്ങനെ ആ വരങ്ങൾ ധാരാളം വരം ലബ്ധ്വാ ദൃപ്തോ ജഗതി ഭവന്നായകമിതം. ഇനി വേറെ ആരുമില്ല ഈ ലോകത്തിലെ, ലോകാനാമേകമീശ്വരം, ഞാനാണ് ആ ലോകത്തിലത്തെ ഈശ്വരൻ എന്നുള്ള ആ ഭാവത്തോടു കൂടി വരം കിട്ടിയിട്ടുള്ളതായ ആ ദേഷ്യത്തോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ ആ അഹങ്കാരത്തോട് കൂടിയിട്ടാണ് അത്രേ ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് പോയതും. അവിടെ ചെന്ന് ദേവേന്ദ്രൻ ഹിരണ്യകശിപു വരുന്നുണ്ടെന്ന് കേട്ടതോട് കൂടിയിട്ട് അവിടുന്ന് വാലും ചുരുട്ടി ഓടിയെന്നാണ് പറഞ്ഞത്. നോക്കുമ്പോൾ കൂടെ പിന്നാലെ പോയി വായു, അഗ്നി തുടങ്ങിയിട്ടുള്ളവരൊക്കെ പിന്നാലെ ഓടി നോക്കി. അപ്പോഴേക്കും അവർക്കൊന്നും കൊണ്ട് പുറത്തേക്ക് കടക്കാൻ പറ്റിയില്ല. അതിന് മുമ്പേ ഹിരണ്യകശിപു അവിടെ എത്തി. ദേവേന്ദ്രൻ മാത്രം രക്ഷപ്പെട്ടു വരുന്നു. പിന്നെ ഇപ്പോൾ മറ്റവരുണ്ടായിട്ടെന്താ കാര്യം? അവസാനം ദേവേന്ദ്രൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ അങ്ങനെ പോയി ഇരുന്നു. എന്നിട്ട് അങ്ങനെ ഒരു മൂളനങ്ങനെ മുളി എന്ന് പറഞ്ഞ ഗംഭീരമായിട്ടുള്ളൊരു മൂളനങ്ങനെ മുളിയതോട് കൂടിയിട്ട് അവിടെ രംഭ, തിലോത്തമ, കൂട്ടരൊക്കെ അങ്ങോട്ട് ഓടി വന്നു. അവിടെ നൃത്തം ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും കൊട്ടുകാരൊക്കെ വേറെ കൂടി ഓടി വരും. നമ്മൾ പൂജ ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവിടുന്ന് ഓടന്ന് കാണാറില്ലേ, ചില തകലുന്ന അവസരമൊക്കെ എടുത്ത് ഓടുന്നില്ലേ, അതുപോലെ ഗംഭീരമായിട്ട് നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാദ്യക്കാരെ എല്ലാവരും കൂടി വന്നു. അത് കഴിഞ്ഞ് ഒരു മൂളനം കൂടി മൂളിയപ്പോൾ ഇതാ എല്ലാവരും വാലും ചുരുട്ടി ഓടിപ്പോന്നു.
അത്ര ഉഗ്രശാസന. ഇതാണ് അവിടെ വെച്ചിട്ട് പ്രഖ്യാപിച്ചു, ഇനി മേലില്ല ഞാൻ മാത്രമാണ് ഈശ്വരൻ, എൻ്റെ നാമമല്ലാണ്ട് വേറെ എവിടെയും കേൾക്കാൻ പാടില്ല എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് ആരും നാമം ജപിക്കരുത് എന്നൊക്കെ അവിടെ ഇങ്ങനെ ഓർഡർ അങ്ങോട്ട് വെട്ടിയതോട് കൂടിയിട്ട് ആലോചിച്ചു. ഭഗവാൻ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കണ്ടേ, ഈ നാരദ മഹർഷി കഥ പറയണേ. അവിടെ ഇരുന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ നാരദ മഹർഷിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. അല്ല നാരദ മഹർഷേ, അങ്ങക്ക് ഈ നാമം ജപിക്കാണ്ട് ശ്വാസവായു നാമാണ്. ഈ ഹിരണ്യകശിപു ഇങ്ങനെ ഓർഡർ പാസ്സാക്കി കഴിഞ്ഞ സമയത്ത് അങ്ങ് എങ്ങനെയാണ് നാമം ജപിച്ചിട്ടുണ്ടായിരുന്നോ? ഇതാണ് ഭഗവാൻ നോക്കിയതിൻ്റെ അർത്ഥം എന്നുള്ളത് നാരദ മഹർഷിക്ക് തോന്നി. അപ്പം നാരദ മഹർഷി പറയുകയും ചെയ്തു, എന്നാൽ ഒന്ന് കേട്ടോളൂ, നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എനിക്ക് നാമം ജപിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. ഞാനേ ഒരു ദിവസം ഹിരണ്യകശിപുവിൻ്റെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ച് വരുത്താ ചെയ്തത്. ഞാനത് അങ്ങോട്ട് മുമ്പ് കൂടെ പോണ സമയത്ത് എന്നെ വിളിച്ചു. പൊതുവേ നാരദ മഹർഷിക്ക് ഹിരണ്യകശിപുവിനോടൊരു ചെറിയ എന്നിട്ട് ഒരു സോഫ്റ്റ് കോർണറുണ്ട്. ഈ നാരദ മഹർഷിയാണ് കയാധു ഗർഭമുണ്ടായിരിക്കുന്ന സമയത്ത് പ്രഹ്ലാദനെ ഇന്ദ്രൻ കട്ടുകൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ സമയത്ത് രക്ഷിച്ചിട്ടുള്ള ആൾ. അപ്പോൾ അതുകൊണ്ട് നാരദ മഹർഷിയുടെ ലേശം ഒരു അടുപ്പം. അപ്പം അത് കാരണം നാരദ മഹർഷിയെ വിളിച്ചു. എന്തൊക്കെയുണ്ട് മഹർഷിയെ വർത്തമാനങ്ങൾ, എവിടെയെങ്കിലും നാമം ജപിക്കുന്നത് കേൾക്കുന്നുണ്ടോ? എന്തൊക്കെ നാമം ജപിക്കുക? നാരായണ നാമോ? അല്ല, നാരായണ നാരായണ എന്ന് ജപിക്കുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ല, അതെ നാരായണ നാരായണ എന്ന് ജപിക്കണമെന്നുണ്ടെങ്കിൽ നാരായണ നാരായണ എന്ന് ജപിക്കാൻ പാടില്ല എന്നുള്ളത് അങ്ങ് പറഞ്ഞിട്ടില്ലേ? പിന്നെ എങ്ങനെയാണെങ്കിൽ നാരായണ നാരായണ എന്ന് ജപിക്കുക? അല്ല മഹർഷി, ഈ ഓർഡർ കൊടുത്തിട്ടുണ്ടെന്നല്ലാണ്ട് അങ്ങിപ്പോൾ എന്താ അങ്ങ് ജപിക്കാറില്ലേ? ഞാനോ നാരായണ നാരായണ ജപിക്കുക? അങ്ങ് നാരായണ നാരായണ എന്ന് ജപിക്കാൻ പാടില്ല പറഞ്ഞെങ്കിൽ പിന്നെ ഞാൻ നാരായണ നാരായണ എന്ന് ജപിക്കുമോ? ഇപ്പം എത്ര നാരായണ നാരായണ ജപിച്ചു? ഇങ്ങനെ പട്ടും വളയും വാങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ എന്ന് പറയുന്ന സമയത്ത് ഭഗവാൻ പോലും ഉള്ളോണ്ട് ചിരിച്ചു. എത്രയോ നാരദ മഹർഷിയുടെ ആ തമാശയൊക്കെ പാടം കൂടി കേട്ട് കഴിഞ്ഞ സമയത്ത് എന്തായാലും ദേവന്മാർ വിനിദ്രാവായുഭോജന, അവർ ചേരൊരു അലക്ഷ്യമായിട്ട് ഭാഗവതം പറയുന്നത് കൂടെ പറയണത് വിസ്തരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയണത് അറിയോ? വിനിദ്രാ വായുഭോജനമാണ്. ഉറക്കമില്ലാണ്ട് വായയും പൊളിച്ച് നടന്നു. വായുഭോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായ പൊളിച്ച് നടന്നാലല്ലേ വായ കൂടെ ഭോജനം ചെയ്യാൻ പറ്റുള്ളൂ വായു. അങ്ങനെ നടന്നു. കുറച്ച് കാലമൊക്കെ നടന്നു കഴിയുന്ന സമയത്ത് അവർക്ക് തോന്നി ഇനി ഭഗവാനെ കാണില്ലാണ്ട് രക്ഷയില്ലാന്ന്. അവസാനം ഭഗവാന്റെ അടുത്ത് പോയി പറഞ്ഞു, ഭഗവാനെ എങ്ങനെയെങ്കിലും ആ ഹിരണ്യകശിപുവിനെ എങ്ങനെയെങ്കിലും അവനെൻ്റെ പാർശ്വതനാണേ, അവന് വരം കൊടുത്തിട്ടുള്ളതാ, ബ്രഹ്മാവാ വരം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇങ്ങോട്ട് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവന്? അല്ല, എന്നാൽ പിന്നെ ഞങ്ങളൊന്നും ഉണ്ടാവില്ല, ഇനി ലോകപാലന്മാരൊന്നാലും വേണ്ട അല്ലേ? അല്ല, അങ്ങനെയില്ല. പ്രഹ്ലാദായ ധാതുകി ഹരിഷ്യേബി, പ്രഹ്ലാദിനെ ദ്രോഹിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരമുണ്ടെങ്കിലും ഞാൻ അവനെ വധിക്കുക തന്നെ ചെയ്യും എന്നങ്ങനെ പറഞ്ഞ് അവിടെ ദേവന്മാരെ സമാധാനിപ്പിച്ചു. അവർ അപ്പം തന്നെ അന്വേഷിച്ചു. എവിടേക്കാണ് പോയത്? നേരെ ചെന്നു ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരത്തിൽ. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രഹ്ലാദൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ പോയി നോക്കണ സമയത്താണ് അവിടെ ഇങ്ങനെ യശോദമ്മ കുളിച്ച് കുറിയൊക്കെ തൊടിയിപ്പിച്ചിട്ട് ഇങ്ങനെ ആ പട്ടൊക്കെ ചുറ്റിയിട്ട് നടക്കുന്നതായിട്ടുള്ള ആ ഉണ്ണിയായിട്ടുള്ള ഭഗവാനെ പോലെ ഒരു ഉണ്ണിയെ അവിടെ ഇങ്ങനെ കണ്ടു. കണ്ടതോട് കൂടിയിട്ടേ എങ്ങനെ ഈ ഉണ്ണിയെ ഒരാൾക്ക് ദ്രോഹിക്കാൻ തോന്നുമെന്നാണ് ദേവന്മാർക്ക് പോലും തോന്നിയത്. ഒരു ഈശ്വരഭാവന, എന്തെല്ലാം വിശേഷണങ്ങളാണ് ആ ഉണ്ണിക്ക് കൊടുത്തിരിക്കുന്നത്. അവസാനം അവരതിലും കുറ്റം കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. എന്താണ്? കൃഷ്ണഗ്രഹഗൃഹീതാത്മാ, ഇതിന് എന്തോ ഒരു ഗ്രഹം പിടിച്ച മാതിരി ഉണ്ടെന്ന്. എന്താ അത്? ഇടയ്ക്ക് ചുരുക്കണു, ഇടയ്ക്ക് കരയണു, ഇടയ്ക്ക് കെട്ടിപ്പിടിക്കണു, ഇടയ്ക്ക് ഓടണു, ഇടയ്ക്ക് ചാടണു. ഇതെന്താ? അതല്ലേ അവർ ഭഗവാനെ ഉള്ളിൽ കാണുകയാണ്. കാണുന്ന സമയത്ത് ചിരിക്കും, ഭഗവാനെ കാണാനില്ലാണ്ടായ സമയത്ത് കരയും, ഭഗവാൻ അടുത്തേക്ക് വരുന്ന സമയത്ത് കെട്ടിപ്പിടിക്കും. ഇങ്ങനെ പുറത്തുള്ള ആൾക്കാർക്ക് കാണാനില്ല എന്നേ ഉള്ളൂ, ഉള്ളിലുള്ളതായിട്ടുള്ള നമ്മുടെ ഇടയിൽ ഇതുപോലെയൊക്കെ ഉണ്ട്. ഇല്ല വിചാരിക്കേണ്ട. അവനവനൊരു ഈശ്വരനെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വൃന്ദാവനത്തിൽ നിന്നൊക്കെ ഈ ലഡ്ഡു കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊണ്ടുവരണം വൃന്ദാവനത്തിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം. ആ ലഡ്ഡു കൃഷ്ണൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ വൃന്ദാവനത്തിലൊക്കെ അവർ ഭക്ഷണം കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് വെണ്ണ എന്തെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കും, എന്നിട്ട് അല്ലെങ്കിൽ പാല് കൊണ്ടുവന്ന് വയ്ക്കും. ഒരു സ്പൂണ് കൊണ്ടെടുത്ത് ഈ ഉണ്ണിയുടെ വായയുടെ അവിടെ കൊണ്ടുപോയി വയ്ക്കും. വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്കാക്കും. അത് കഴിഞ്ഞ് ആദ്യം എടുക്കും. ഇങ്ങനെ ഭഗവാന് ഭക്ഷണം കൊടുക്കൽ ഇങ്ങനെയാണ്. നമുക്കിവിടെ അങ്ങനെയുണ്ടോ? നമുക്കിവിടെ പ്രാണായ സ്വഹ, അപാനായ സ്വഹ, വേനായ സ്വഹ എന്ന് പറഞ്ഞ് 4 ഇത് കഴിഞ്ഞാൽ ഭഗവാൻ കഴിച്ചു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഓരോരോ നാട്ടിലേക്കും ഭക്തിയുടെ വ്യത്യാസമാണ്.
ഒന്ന് പ്രേമഭക്തിയാണ്, മറ്റൊന്ന് ആധ്യാത്മികമായിട്ടുള്ള ഭക്തിയാണ്. രണ്ടുമായിട്ടുള്ള വ്യത്യാസമാണ്. എന്തായാലും ഇവിടെ ആ ഉണ്ണിയെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ചു, ഇത്രയും മിടുക്കനായിട്ടുള്ള ഉണ്ണി എങ്ങനെ ഹിരണ്യകശിപുവിന് ദേഷ്യം വരാതൊക്കോണം മരണത്തിന് കാരണമായി പറയൂ വേഗം എന്ന് പറഞ്ഞ സമയത്താണ് പ്രഹ്ലാദൻ്റെ വിദ്യാഭ്യാസ കാലത്തേക്ക് പോകുന്നതും. ആ വിദ്യാഭ്യാസ കാലത്ത് ചണ്ടാമർക്കന്മാരാണ് ശുക്രാചാര്യരൊക്കെ പകരം പഠിപ്പിക്കാൻ തീർച്ചയാക്കിയത്. അവർ കുറച്ചു കാലമൊക്കെ പഠിപ്പിച്ചതിന് ശേഷം ഒരു അധ്യായ ദിവസം ഹിരണ്യകശിപു വിളിച്ചു കൊണ്ടുവന്ന് തൻ്റെ മടിയിലിരുത്തിക്കൊണ്ടാണത്രേ ചോദിച്ചത്, പ്രഹ്ലാദ പറയൂ, എന്താണ് ഗുരുനാഥന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത് പറയൂ എന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് പ്രഹ്ലാദൻ മടി കൂടാണ്ട് പറഞ്ഞു, അനങ്കരോയ ഹരിമാശ്രയത, ഏതെങ്കിലും കാട്ടിൽ പോയിരുന്നിട്ട് ഹരിശരണം ഹരിശരണം എന്ന് പറഞ്ഞ് നാമം ജപിച്ചിരിക്കുകയാണ് നല്ലത് എന്നാണ് ഗുരുനാഥന്മാർ പഠിപ്പിച്ചത്. ഗുരുനാഥന്മാരുടെ മുഖത്തേക്കൊന്നും നിങ്ങൾ നോക്കി, നിങ്ങളിതാണോ പഠിപ്പിച്ചത്? അപ്പോൾ അവർ പറയണതിന് മുമ്പ് തന്നെ പ്രഹ്ലാദൻ പറഞ്ഞു, ഇത് പഠിപ്പിച്ചതൊന്നുമല്ല, നല്ലതെന്താ പഠിച്ചതെന്ന് ചോദിച്ചതുകൊണ്ട് പറഞ്ഞതാണ്, ഗുരുനാഥന്മാരെ പഠിപ്പിച്ചതല്ല, എനിക്കങ്ങനെ തോന്നി. കാരണം ഈ ലോകത്തിൽ ഇവർ പഠിപ്പിക്കുന്നതൊക്കെ ചർവിത ചർവണാനാം, പഠിപ്പിച്ചത് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാക്കയെ കൂടെ ഇവിടെ ഇങ്ങനെയുള്ള അല്ലാണ്ട് വേറെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ ഇവർക്ക് പഠിപ്പിക്കാൻ അറിയോ എന്നൊക്കെ ചോദിച്ചാൽ അവരെ പറ്റിയിട്ട് പറയാൻ കേട്ട് കഴിയുന്ന സമയത്ത് ഹിരണ്യകശിപുവിന് കുറച്ചൊരു ദേഷ്യം വന്നു. മടിയിൽ നിന്നും താഴെ ഇറക്കി നിർത്തിക്കൊണ്ട് ആര്യതാമരെ ഛത്രം കൊണ്ടുവരൂ, ചൂരൽ കൊണ്ടുവരൂ, ഇവനെ ഒന്ന് അടിച്ച് നേരേക്കാം എന്നൊക്കെ വിചാരിച്ച് ഹിരണ്യകശിപു ചൂരൽ കൊണ്ടുവരാൻ പറഞ്ഞ സമയത്ത് ഇവർക്ക് തന്നെ പേടിയായി. കാരണം അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഈ ഉണ്ണിയെ അടിക്കുക എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട്, അല്ല ഞങ്ങൾ ഒന്നും കൂടി കൊണ്ടുപോയിട്ട് പഠിപ്പിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കൊണ്ടുപോയി. വേറൊരു ദിവസം വീണ്ടും കൊണ്ടുവന്ന് ഇവിടെ ഹിരണ്യകശിപുവിൻ്റെ അടുത്തപ്പോൾ ഹിരണ്യകശിപു എടുത്ത് മടിയിൽ വെച്ച് മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് ഹിരണ്യകശിപു ചോദിക്കുന്നു, പ്രഹ്ലാദാനുച്ഛതം താതാ, പ്രഹ്ലാദ പറയൂ, അന്ന് പറഞ്ഞ പോലെ ആവശ്യമില്ലാത്തതൊന്നും പറയരുത് കേട്ടോ, ഇതാ നേരെ ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടുള്ളത് മാത്രമേ പറയാവൂ എന്നൊക്കെ പറഞ്ഞ് പ്രഹ്ലാദൻ്റെ അടുത്ത് ചോദിച്ചു കഴിയുന്ന സമയത്ത് പ്രഹ്ലാദൻ അച്ഛൻ്റെ മടിയിലിരുന്നു കൊണ്ട് മടി കൂടാതെ അച്ഛന് ആ ഭക്തിയുടെ 9 നവവിധ ഭക്തികളെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, അങ്ങനെതാ ആ ഭക്തിയെ പറ്റി അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ സമയത്ത് ഹിരണ്യകശിപുവിൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള ചണ്ടാമർക്കന്മാർ പേടിച്ച് ഞങ്ങൾ പറഞ്ഞു കൊടുത്തതല്ല എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് തുള്ളുന്നുണ്ട്. ഹിരണ്യകശിപു കാണിച്ചാൽ ദേഷ്യം വന്ന് കണ്ണൊക്കെ അങ്ങനെ ചുവന്നുണ്ട്. അപ്പോഴാണ് പ്രഹ്ലാദൻ വീണ്ടും ആ ഭക്തിയെ പറ്റിയിട്ട് അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞ സമയത്ത് തൻ്റെ മടിയിൽ നിന്നും ഒരു അങ്ങോട്ട് കൊടുത്തു. 7ാം നില മാളികയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീണ് ചത്തോട്ടെ തൻ്റെ മകൻ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് നോക്കിക്കഴിഞ്ഞ സമയത്ത് ഹിരണ്യകശിപു പോയി നോക്കിയപ്പോൾ താഴത്തേക്ക് വീണത് ഭഗവാന്റെ കയ്യിലേക്കാണ് വീണതേ. താഴത്ത് കൊണ്ടേ നിർത്തിയിട്ട് ഭഗവാൻ ചാടൂ ഓടൂ ഒന്ന് നിൽക്കൂ നിലക്കൂ എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവിടെ നിന്ന് ചാടി കളിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് അച്ഛനെ കൊഞ്ഞനം കാട്ടുകയാണ് എന്ന് വിചാരിച്ചു. അവിടെ നിന്ന് വിളിച്ചോ, നൈർതന്മാരെ വിളിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള സകല ഏർപ്പാടും ചെയ്തു. ആനയെ കൊണ്ട് ചവിട്ടിച്ച് നോക്കി, കുന്തം കൊണ്ട് കുത്തി നോക്കി, മലയുടെ മുകളിൽ നിന്ന് ഉരുട്ടി നോക്കി, പെങ്ങളെ കൊണ്ട് വിഷം കൊടുപ്പിച്ച് നോക്കി, എല്ലാം ഒന്നും ഫലവത്താവണില്ല എന്ന് ഞങ്ങൾ വന്നു കഴിഞ്ഞ സമയത്ത് ഒരു തരത്തിലും ഈ ഉണ്ണിയെ കൊല്ലാൻ പോലും സാധിക്കണില്ലല്ലോ എന്ന് വന്നതോട് കൂടിയിട്ട് ദീർഘതമാം വലിയ ചിന്തയിലായി. അപ്പോഴാണത്രേ ചണ്ടാമർക്കന്മാർ വന്നിട്ട് പറയണു, ഒരു കാര്യം ചെയ്യാം, ഉണ്ണി അവിടെ ഭരണവാസത്തിൽ കെട്ടിടാം, കുട്ടികളെയൊക്കെ 4 പുറത്ത് കൊണ്ടുവന്നിട്ട് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാം, അവർ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോകുന്നു നോക്കട്ടെ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് അവിടുന്ന് കുട്ടികളെല്ലാവരും കൂടി വന്ന് അവിടെ 4 പുറം നിന്ന് പ്രഹ്ലാദൻ്റെ അടുത്ത് ചോദിക്കുന്നു, എന്തിനാ പ്രഹ്ലാദ അച്ഛൻ പറയുന്നത് കേട്ടൂടെ, രാജ്യം ഭരിച്ചൂടെ, എന്തിനാ അങ്ങനെ വിപരീതം പറയാൻ നിൽക്കണതെന്നൊക്കെ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചിട്ട് കുട്ടികളോട് പറയുന്നു, അച്ഛൻ ഇതൊക്കെ ചെയ്തിട്ട് എനിക്കെന്തെങ്കിലും പറ്റിയോ? അതെന്താ പ്രഹ്ലാദ അങ്ങനെ, എനിക്ക് എന്താ പ്രഹ്ലാദനൊന്നും പറ്റാഞ്ഞത് എന്നൊക്കെ കുട്ടിയോട് ചോദിക്കുമ്പോൾ എനിക്ക് എല്ലാത്തിനും രക്ഷയ്ക്കായിട്ട് എൻ്റെ കൂടെ എനിക്കൊരു ഉണ്ണിയുണ്ട്, ആ ഉണ്ണിയാണ് ഞാൻ എപ്പോഴും സ്നേഹിക്കാറുള്ളത്. നിങ്ങൾ ചോദിക്കാറില്ലേ പ്രഹ്ലാദന് എൻ്റെ കൂട്ടുകാരനാരാന്ന് ചോദിക്കാറില്ലേ? എൻ്റെ കൂട്ടുകാരനായിട്ട് ഒരാളുണ്ട്, അതാരാ ഉണ്ണി ഞങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം, ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വരും, എൻ്റെ കൂടെ വിളിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്നാൽ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം. എന്താ വിളിക്കേണ്ടത്? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ണി വരുമോ? എന്നാൽ ഞങ്ങളും വിളിക്കാൻ കൂടാം. പക്ഷേ എങ്ങനെ ഉണ്ണി വരിക? വയസ്സോ നാമം ജപിക്കുക എന്നൊക്കെ അല്ലേ ഇതിന് പറയുക. നാമം ജപിച്ചാൽ മതി.
അതൊക്കെ വയസ്സായിട്ടുള്ള ആൾക്കാർ ചെയ്യണതല്ലേ. നമുക്ക് കുട്ടിക്കാലത്ത് നാമം ജപിക്കാനൊക്കെയാണ് ക്രീഡനാസക്ത, കളിക്കേണ്ട കാലത്ത് നാമം ജപിച്ചിരിക്കാൻ പറ്റുമോ? അപ്പോഴാണ് അത്രേ പ്രഹ്ലാദൻ ആ കുട്ടികൾക്ക് ഏറ്റവും ചെറുപ്പത്തിൽ ഭഗവാനെ സേവിക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു കൗമാര ആചരയിൽ പ്രജ്ഞാ ധർമാൻ ഭാഗവതാനിഹ. ഭഗവത് ധർമ്മങ്ങളെ പഠിക്കാൻ കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ വയസ്സായി കഴിഞ്ഞ് ചെവിയും കേൾക്കാണ്ടായി കഴിഞ്ഞതിന് ശേഷം കണ്ണും കാണാണ്ടായിട്ട് പഠിക്കണം തോന്നിക്കഴിഞ്ഞാൽ പറ്റുമോ? നമുക്കൊക്കെ 100 വയസ്സല്ലേ ആയുസുള്ളൂ. ഈ 100 വയസ്സിൽ ഒരു 10-20 വയസ്സ് കുട്ടിയായിട്ട് പോവില്ലേ? ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടേ? അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിച്ചിട്ട് ഗൃഹസ്ഥ ജീവിതം വേണ്ടേ? ഇതെല്ലാം കഴിയുമ്പോഴേക്കും പകൽ മുഴുവനും ഉറങ്ങല്ലേ, അല്ല രാത്രി മുഴുവനും ഉറങ്ങല്ലേ? അങ്ങനെ ജീവിതത്തിൻ്റെ പകുതി പോയില്ലേ? പിന്നെ എപ്പോഴാ നമുക്ക് പഠിക്കാനുള്ള സമയം? അതുകൊണ്ട് എപ്പോഴും ഭഗവാനെ കുട്ടിക്കാലത്ത് തന്നെ ഭഗവാനെ സേവിക്കാൻ പഠിക്കുകയാണ് വേണ്ടത്. എന്നാൽ ആ ഭഗവാൻ നമുക്ക് എല്ലാമായി തീരും. എല്ലാറ്റിലും ഭഗവാനെ കാണാൻ സാധിക്കും. ഹരിരന്യത് വിഡംബനം. ഭഗവാൻ തന്നെ നമുക്കുള്ളൂ. മുഹുശ്വസൻ ഭക്തി ഹരേ ജഗൽപദേ നാരായണ. ഓരോ ശ്വാസത്തിലും ഭഗവാനെ സേവിക്കുകയാണ് വേണ്ടത് എന്നുള്ളതങ്ങനെ അവിടെ പറഞ്ഞു കൊടുത്ത് ആ ഹിരണ്യകശിപുവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ആ കുട്ടികളൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇത് കേട്ടിട്ട് ആ കുട്ടികളും തുടങ്ങി നാമം ജപിക്കാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പ്രഹ്ലാദൻ ജപിക്കുന്നു, അത് കേട്ടിട്ട് കുട്ടികൾ ജപിക്കുന്നു, വീണ്ടും പ്രഹ്ലാദൻ ജപിക്കുന്നു, കുട്ടികൾ ജപിക്കുന്നു. അങ്ങനെ ചുരുക്കം പറയാന്ന് വെച്ചാൽ ചണ്ടാമർക്കന്മാർ പോകുന്ന സമയത്ത് ഒരു പ്രഹ്ലാദനെ നാമം ജപിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവിടെ വന്നിട്ടുള്ള ആ കുട്ടികൾ മുഴുവനും എല്ലാവരും കൂടി നാമം ജപിക്കണം അങ്ങോട്ട് കേട്ടതോട് കൂടിയിട്ട് രണ്ടാമർക്കന്മാർ നേരെ ചെന്നു ഓടി രാജ്ഞ ആവേദിക ദുഃഖം ഹിരണ്യകശിപുവിൻ്റെ അടുത്ത് പോയി പറയണു, രാജാവേ ഞങ്ങൾക്ക് ഒന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവിടെ എല്ലാവരും പ്രഹ്ലാദന്മാരായിട്ട് നാമം ജപിക്കാൻ തുടങ്ങിയിരിക്കണു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് അവിടുന്ന് ആളും വിളക്കിക്കൊണ്ടിട്ട് ആ ഹിരണ്യകശിപുവിൻ്റെ ഒരു വരവ്, ആ വന്നിട്ടുള്ളതായിട്ടുള്ള ഹിരണ്യകശിപു നേരെ പ്രഹ്ലാദൻ്റെ മുമ്പിലേക്ക് ഇങ്ങോട്ട് വരണത് കണ്ടതോട് കൂടിയിട്ട് അവിടെ ആ കെട്ടുപെട്ട് നിൽക്കുന്നതായിട്ടുള്ള പ്രഹ്ലാദൻ തൻ്റെ അച്ഛനെ വിനയത്തോട് കൂടിയിട്ട് തല കുമ്പിട്ട് ഒന്നങ്ങനെ നിന്നിട്ട് ഒന്നങ്ങനെ നമസ്കരിച്ചു അത്രേ. അതും കൂടി കണ്ടതോട് കൂടിയിട്ട് ഹിരണ്യകശിപു ചോദിച്ചു, ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദകരാധമ, നീ വിനയമില്ലാത്തവനല്ലേ, നീ വിനയം കാണിക്കുകയാണല്ലേ എന്നുള്ള ഭാവത്തോട് നിശ്ചയത്വാ യമക്ഷയം, നിന്നെ യമൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ഭാവത്തോടു കൂടി ആ വാളും പിടിച്ച് ഇളക്കിയും കൊണ്ട് ചോദിക്കും, ആരാണ് നിൻ്റെ ബലം? ഇതും കൂടി കേട്ടതോട് കൂടിയിട്ട് ആ ഹിരണ്യകശിപുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള പ്രഹ്ലാദൻ പറയുന്നു, അച്ഛനിപ്പോൾ ഈ ചോദിച്ചിട്ടുള്ള ആ ഒരു വാക്കില്ലേ, ആരാണ് ബലം എന്ന് ചോദിച്ചില്ലേ, ഈ ചോദിക്കാൻ അച്ഛന് ഒരു ബലം തന്നിട്ടില്ലേ? ആ ബലം തന്നെയാണ് എനിക്കുള്ളത്. ഈ ലോകത്തിന് മുഴുവനും ബലമായിട്ടുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. അച്ഛനും എനിക്കും വേറെ ബലമൊന്നുമില്ല. ആ ഒരു ബലത്തിൻ്റെ പിന്നിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അച്ഛനത് മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ അച്ഛൻ്റെ ഉള്ളിൽ ഒരു 5-6 ശത്രുക്കളുണ്ട്, അവരെ ജയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അച്ഛനത് മനസ്സിലാവാത്തത് എന്നുള്ള ഭാവത്തിൽ പറഞ്ഞപ്പോഴാണ്, നീ എന്നെ പഠിപ്പിക്കാനായോ, വ്യക്തം മത്വമോസി, നീയുമായിരിക്കാൻ തന്നെ തീർച്ചയാക്കിയിട്ടുള്ളതാണല്ലേ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് അവിടെ നിന്നാ ആ ഹിരണ്യകശിപു ആള് നോക്കിയിട്ട്, മദന്യോ ജഗതീശ്വര, ഞാനല്ലാണ്ടൊരു ഈശ്വരൻ ഈ ലോകത്തിലുണ്ടോ, എങ്കിലൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് പ്രഹ്ലാദൻ്റെ അടുത്ത് പറയുമ്പോഴാണ് പ്രഹ്ലാദന എവിടെയാ നിൻ്റെ ഈശ്വരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞ സമയത്ത് ഈ ലോകം മുഴുവനും സർവത്ര എല്ലാ ദിക്കിലും ആ ഈശ്വരനാണ് എന്നങ്ങോട്ട് പറഞ്ഞു അത്രയും. ഇത് കേട്ടതോടുകൂടി ഹിരണ്യകശിപു അവിടുന്ന് ആ ആള് പിടിച്ച് 4 പുറത്തേക്കൊന്ന് നോക്കി, എല്ലാ ദിക്കിലും ഈശ്വരനുണ്ടോ, എങ്കിൽ ഈ തൂണിൻ്റെ ഉള്ളിലുണ്ടോ എന്നാണ് അത്ര ചോദിച്ചത്. ഇതിങ്ങോട്ട് കേട്ടതോടുകൂടി പ്രഹ്ലാദൻ ആ തൂണിൻ്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞ സമയത്തെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കൊച്ചു നരസിംഹമൂർത്തിയായിരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ അവിടുന്ന് പ്രഹ്ലാദൻ്റെ അടുത്ത് ഉണ്ടേ പറഞ്ഞോളൂ എന്നും പറഞ്ഞിങ്ങനെ കാണിക്കുകയാണ് അത്രേ, തലയും കൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണത്രേ. അത് കേട്ടതോട് കൂടിയിട്ടാണത്രേ, കണ്ടതോട് കൂടിയിട്ടാണത്രേ പ്രഹ്ലാദൻ ഒന്നങ്ങോട്ട് ചിരിച്ചു. അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ടല്ലേ. കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കത് ഉണ്ട് എന്നുള്ള അങ്ങോട്ട് തോന്നില്ലേ. ദേഷ്യമൊക്കെ ഇങ്ങോട്ട് മാറിയിട്ടുള്ള ഹിരണ്യകശിപു ആ തൂണിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കഴിഞ്ഞപ്പോൾ ഒന്നും കാണാനില്ല. എങ്കിൽ അവൻ വരുന്നത് ഞാനൊന്ന് കാണട്ടെ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് പ്രഹ്ലാദനെ വെട്ടാൻ വേണ്ടിയിട്ടാണത്രേ ആ വാളും പിടിച്ച് ഹിരണ്യകശിപു വാളം വാങ്ങിയിട്ട് വെട്ടാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴാണത്രേ
അതിൻ്റെ ഉള്ളിൽ ഈ തൂണിൻ്റെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള നരസിംഹമൂർത്തി ഒന്ന് ഞെട്ടിയത്. എന്തേ? എങ്ങനെ ഈ തൂണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടന്ന് പ്രഹ്ലാദനെ രക്ഷിക്കും? ഹിരണ്യകശിപു വാളെടുത്ത് പ്രഹ്ലാദനെ വെട്ടാൻ വേണ്ടിയിട്ടാണ് നിൽക്കണതേ. അത് കണ്ടതോട് കൂടിയിട്ട് ഭഗവാൻ തന്നെ തീർച്ചയാക്കി അത്രേ ഒന്നങ്ങോട്ട് നീങ്ങിക്കളയാന്ന്. തൂണോട് കൂടി ഒന്നങ്ങോട്ട് നിരങ്ങി എന്നാണ് പറയുന്നത്. ഗുരുനാഥൻ്റെ വാക്കാണ് കേട്ടോ, ഭാഗവതത്തിലൊന്നുമുള്ളതല്ല. അതുകൊണ്ട് എന്തുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടാൻ വേണ്ടി വാളോങ്ങിയിട്ടുള്ളതായിട്ടുള്ള വാള് ഈ തൂണിൽ അങ്ങോട്ട് പോയിട്ട് മുട്ടി. അതോടുകൂടിയിട്ട് അണ്ടകടാഹങ്ങൾ മുഴങ്ങുന്നതായിട്ടുള്ള ശബ്ദത്തോടു കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും ഇതാ നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ വരുന്നു. സ്തംഭേ ഘട്ടയതോ എന്നുള്ള ആ രീതിയിൽ പ്രഹ്ലാദൻ്റെ മുമ്പിൽ വരുന്നതായിട്ടുള്ള ആ നരസിംഹമൂർത്തിയെയാണ് നമുക്കിതാ ഇവിടെ ഇനി അടുത്ത ശ്ലോകങ്ങളിൽ കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുക.